നമസ്കാരം. ഭാരതത്തിന്റെ മതേതരത്വത്തിനും സമാധാനത്തിനും വലിയ വെല്ലുവിളി ഉയർത്തിയതും, എന്നാൽ ഒരു പരിധിവരെ അങ്ങനെ പറയാൻ പറ്റൂ, പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. ചില നോവുകൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടതുമായ ഒന്നാണ് അയോധ്യയിലെ രാമക്ഷേത്രം. ഒരു വിഭാഗം വിശ്വാസികളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടപ്പോൾ മറ്റൊരു വിഭാഗം വിശ്വാസികളുടെ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു. രാമക്ഷേത്ര നിർമ്മാണത്തിലേക്ക് നയിച്ചിട്ടുള്ള ചരിത്ര വഴികൾ, മതേതര ഇന്ത്യക്ക് നേരിടേണ്ടി വന്ന സമാനതകളില്ലാത്ത കലാപങ്ങളും ദുരിതങ്ങളും നമുക്കറിയാം. അന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അയോധ്യയിലെ തർക്കങ്ങളുടെ പേരിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ട വർഗീയ കലാപങ്ങളിൽ ആയിരക്കണക്കിന് നിരപരാധികളായ മനുഷ്യർക്കാണ് അപായം സംഭവിച്ചത്. എത്രയോ കുടുംബങ്ങൾ അനാഥമാക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളായി മാറേണ്ട സാഹചര്യം ഇന്ത്യയുടെ പല ഭാഗത്തും നോക്കിയാൽ ഉണ്ടാവും. പരസ്പര സൗഹാർദ്ദത്തോടെ കഴിഞ്ഞിരുന്ന ജനങ്ങൾക്കിടയിൽ ഭിന്നതയുടെ മതിൽക്കെട്ടുകൾ പടുത്തുയർത്തി രാജ്യത്തിന്റെ മതേതര ഘടനയെ തന്നെ തകിടം മറിച്ച ആ കറുത്ത നാളുകളുടെ ദുരിതങ്ങൾ ഇന്നും ഭാരതീയരുടെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവായി അവശേഷിക്കുന്നുണ്ട്. ഇത്രയേറെ ചോരപ്പുഴകളും മനുഷ്യരുടെ കണ്ണീരും വീണ ഒടുവിൽ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഒരു വിധത്തിൽ പരിഹരിക്കപ്പെട്ട വിശ്വാസികളുടെ ഈ പുണ്യഭൂമി അയോധ്യ ഇന്ന് കോടികളുടെ അഴിമതി നടന്നിരിക്കുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ വളരെ പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്. ഇന്ത്യയിലെ കോടിക്കണക്കിന് വിശ്വാസികൾ തങ്ങളുടെ ഹൃദയം സമർപ്പിച്ചിട്ടുള്ള ഈ ക്ഷേത്രം ഇന്ന് കേവലം പണം തട്ടാനുള്ള വേദി മാത്രമാക്കി മാറ്റിയിരിക്കുന്നു. അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് അത്തരത്തിലൊരു ക്ഷേത്രം നിർമ്മിച്ചത് എന്ന ഒരു അവസ്ഥയിൽ പോലും ചിന്തിക്കേണ്ടി വന്നിരിക്കുന്നു. ഇന്ത്യയിലെ വിശ്വാസികളായ വലിയൊരു വിഭാഗത്തെ വഞ്ചിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇന്ത്യ സമൂഹത്തെ ഒന്നടങ്കം വഞ്ചിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഭക്തിയെയും വിശ്വാസത്തെയും കേവലം തട്ടിപ്പിനുള്ള ആയുധമാക്കിയിട്ടുള്ള കപട വിശ്വാസികളുടെയും ഉദ്യോഗസ്ഥരുടെയും ക്രൂരത ജനാധിപത്യ ബോധമുള്ള ഒരാൾക്ക് പോലും സഹിക്കാൻ പറ്റൂല. നമുക്കറിയാം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത് എന്താണെന്ന്. വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നില്ല. അതാണ് സമാനതകളില്ലാത്ത ഒരു ആനക്കൊള്ളയാണ്. ഭക്തർ സമർപ്പിച്ച കാണിക്കപ്പണത്തിൽ നിന്ന് കുറഞ്ഞത് 200 കോടി രൂപ മുതൽ 1400 കോടി രൂപ വരെ വെട്ടിച്ചു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ എന്ന് പറയുമ്പോഴാണ് അതിന്റെ തട്ടിപ്പിന്റെ ഒരു വലിപ്പം മനസ്സിലാക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷേത്രം മാത്രമല്ല, ഇപ്പോൾ ശബരിമലയിലെ കൊള്ള നമുക്കറിയാം. അതുപോലെ ചില ദർഗകളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാം. ഇവിടെ ജാതി മത ഭേദമന്യേ നടക്കുന്നത്, ആരാധനാലയങ്ങളിൽ നടത്തുന്നത് കൊള്ളയാണ്, വിശ്വാസികളെ വഞ്ചിക്കുന്നതാണ് എന്ന് വരുമ്പോൾ ആരാണ് വിശ്വാസി, ആരാണ് യഥാർത്ഥ സംരക്ഷകരെന്ന് ചിന്തിക്കേണ്ടി വരികയാണ്. നിത്യേന ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള 35ഓളം കാണിക്ക വഞ്ചികളിലെ പണം എണ്ണുന്നതിനും വലിയ രീതിയിലുള്ള ക്രമക്കേടുകളാണ് നടന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. ഭഗവാന് ഭക്തർ സമർപ്പിച്ചിട്ടുള്ള സ്വർണവും വജ്രവും രത്നങ്ങളും അടക്കമുള്ള വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അത് മോഷ്ടിക്കുകയും അതിനു പകരം വ്യാജ മുക്കുപണ്ടങ്ങൾ വെച്ച് ജനങ്ങളെയും ദൈവത്തെയും ഒരുപോലെ പറ്റിക്കുകയും ചെയ്ത വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തകരുന്നത് ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ ആത്മീയ വിശ്വാസമാണ്. കാരണം ഇത്തരത്തിൽ കൊള്ളയടിക്കാനും ഇത്തരത്തിൽ കള്ളത്തരം കാണിക്കാൻ വേണ്ടിയിട്ടല്ല ആ ഭക്തർ ഇന്ത്യയിലെ ഒരു വിഭാഗത്തിന്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ആ മഹാസൗധം അവിടെ പടുത്തുയർത്തുന്നത്. ഇതിലും വലിയ ഞെട്ടലുണ്ടാക്കുന്നത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ജ്വല്ലേഴ്സ് അസോസിയേഷൻ സമർപ്പിച്ച ക്ഷേത്രത്തിന്റെ അടിത്തറയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്ന 60 കിലോഗ്രാം വെള്ളിക്കട്ടകൾ ഔദ്യോഗിക റെക്കോർഡുകൾ പോലുമില്ലാതെ അപ്രത്യക്ഷമായി എന്നതാണ്. ഇതുകൂടാതെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന മുളവിളക്കുകൾ, പ്രൊജക്ടർ ലൈറ്റുകൾ, 1989 മുതൽ പൂജിച്ചു സൂക്ഷിച്ച സ്വർണ്ണ വെള്ളി ഇഷ്ടികകൾ വരെ ഇവിടെ നിന്ന് കവർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കേവലം 14,000 രൂപ മുതൽ 20,000 രൂപ വരെ മാത്രം മാസ ശമ്പളമുണ്ടായിരുന്ന സാധാരണക്കാരായ ജീവനക്കാര് വളരെ പെട്ടെന്ന് ആഡംബര വസ്തുക്കളും ഭൂമിയുമൊക്കെ വാങ്ങി വലിയ കോടീശ്വരന്മാരായി മാറിയപ്പോഴാണ് ഈ വലിയ കള്ളി വെളിച്ചത്താകുന്നത്. CCTV ദൃശ്യങ്ങൾ പോലും നശിപ്പിച്ചുകൊണ്ട് അതിവിദഗ്ധമായിട്ടാണ് ഈ കൊള്ള ഇവിടെ അരങ്ങേറിയത് എന്ന് പറയുമ്പോൾ ഈ കൊള്ളയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കണം. അയോധ്യയിലെ ഈ കൊള്ള കേൾക്കുമ്പോൾ കേരളത്തിലെ വിശ്വാസികൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമുക്കറിയാം, ഈ അടുത്ത് നടന്നിട്ടുള്ള ശബരിമലയിലെ കൊള്ളയാണ്. മുൻകാലങ്ങളിൽ ഉയർന്ന വളരെ സമാനമായ മറ്റു വിവാദങ്ങളാണ്. ലക്ഷക്കണക്കിന് ഭക്തർ മലചവിട്ടി വളരെ ഭക്തിയോടെ താണു വണങ്ങി അവിടെ സമർപ്പിക്കുന്ന ഉരുപ്പടികള്, സ്വർണ്ണ ഉരുപ്പടികള്, കട്ടളകള്, അതുപോലെ ഭഗവാന്റെ കട്ടള വാതില്, മച്ച് ഒക്കെ എല്ലാം കാണാതാകുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനെക്കുറിച്ചും അതിനെല്ലാം പുറമെ ഭണ്ഡാരത്തിലെ പണം വെട്ടിക്കുന്നതിനെ കുറിച്ചുമൊക്കെ ഇതിനു മുമ്പ് പല വാർത്തകളും വന്നിട്ടുണ്ട്, പല അന്വേഷണങ്ങളും നടന്നിട്ടുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ പുണ്യസങ്കേതങ്ങളിൽ, അയോധ്യയിലെ രാമക്ഷേത്രത്തിലൊക്കെ സംഭവിക്കുന്നത് ഒന്ന് തന്നെയാണ്. അധികാരത്തിന്റെയും ആത്മീയതയുടെയും മറവിൽ ഒളിഞ്ഞിരിക്കുന്ന കള്ളന്മാർ, ആ കള്ളന്മാരാണ് അവിടെ ഭരിക്കുന്നത്. അവർ കക്കാൻ വേണ്ടിയിട്ടാണ് ഭരിക്കുന്നത്. വിശ്വാസികളെ അവർ മുതലെടുക്കുകയാണ്, വിശ്വാസികളുടെ സമ്പത്ത് കൊള്ളയടിക്കുകയാണ്, ഭഗവാന്റെ സർവസ്വവും മോഷിച്ചു കൊണ്ടുപോവുകയാണ്. വിശ്വാസികളുടെ കണ്ണീരും ഭക്തിയും ഇവറ്റകൾക്ക് വെറും പണമുണ്ടാക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് എന്ന് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയേ പറ്റൂ.
ആരാധനാലയങ്ങളുടെ ഭൂമി ഇടപാടിൽ പോലും കോടികളുടെ തിരിമറിയാണ് നടന്നിരിക്കുന്നതെന്നാണ് കാണുന്നത്. 2 കോടി രൂപയ്ക്ക് വാങ്ങിയ ഭൂമി മിനിറ്റുകൾക്കകം 18.5 കോടി രൂപയ്ക്ക് ട്രസ്റ്റ് വിലക്കെടുത്ത് ജനങ്ങളുടെ പണം ധൂർത്തടിച്ചിരിക്കുന്ന രേഖകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. രാമജന്മഭൂമി തീർത്ഥാടന ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് ഉൾപ്പെടെയുള്ള പ്രമുഖര് ഇപ്പോൾ അന്വേഷണത്തിന്റെ നിഴലിലുമാണ്. ഭക്തിയുടെ പേരില് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും അതേ ഭക്തിയുടെ മറവില് അധർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇത്തരം സംഘങ്ങളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അയോധ്യയിലെയും ശബരിമലയും ഉൾപ്പെടെയുള്ള എല്ലാ ആരാധനയിലെയും കൊള്ളകൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം. ഈ ആനക്കൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഉന്നതർ ഏത് പൊന്നു തമ്പുരാനായാലും ആരൊക്കെ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ മാതൃകാപരമായി അവരെ പുറത്തു കൊണ്ടുവരണം. ജനമധ്യത്തിൽ നിർത്തി അവരെ വിചാരണ ചെയ്യണം. ശിക്ഷിക്കാനുള്ള നടപടികൾ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം ഇതൊക്കെ അനിവാര്യമാണ്. കാര്യം നമുക്കറിയാം ഈ ഭക്തി എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ആ ഭക്തി കൊണ്ടാണ് അവൻ ദേവനും ദേവിക്കും അല്ലെങ്കിൽ അവന്റെ ഇഷ്ടദൈവത്തിനും ഒക്കെ എല്ലാം സമർപ്പിക്കുന്നത്. ആ സമർപ്പണമാണ് ഏതാനും പേർ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ രാമക്ഷേത്രം എന്ന ഇന്ത്യയിലെ ജനകോടികളുടെ ഒരു ഭക്തി അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന്റെ കേന്ദ്രം, ആ കേന്ദ്രം ഇങ്ങനെ നിർമ്മിച്ചത്, ഇങ്ങനെ ആഡംബരപൂർവ്വം ഈ രീതിയിലൊരു മഹാസൗധമായി നിർമ്മിച്ചത് കൊള്ളയടിക്കാനാണ് എന്ന് കാണുമ്പോഴാണ് ഇത് ആരൊക്കെയാണ് ഭരണം ഏൽപ്പിച്ചത്, അതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് ചിന്തിച്ചു പോകുന്നത്. Different angles. Don't forget to subscribe and support this channel.